മാറാക്കര പഞ്ചായത്ത് അധ്യക്ഷയ്ക്കും വനിതാ ജനപ്രതിനിധികൾക്കും നേരെ അക്രമം നടത്തിയ സംഭവത്തിൽ CPM ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് UDF ആവശ്യപ്പെട്ടു. സത്യാഗ്രഹ സമരം എന്ന പേരിൽ CPM സംഘടിപ്പിച്ചത് ഗുണ്ടാ വിളയാട്ടമായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അധ്യക്ഷ ഷെരീഫ ബഷീറിനെ ആനയിച്ച് UDF പ്രവർത്തകർ പഞ്ചായത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് റോഡിൽ സമരം നടത്തിയിരുന്ന CPM പ്രവർത്തകർ പാഞ്ഞെടുത്തത്. അധ്യക്ഷയ്ക്കൊപ്പം മുൻനിരയിലുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി, ജനപ്രതിനിധികൾ എന്നിവർക്കു നേരെയും അനാവശ്യ പദപ്രയോഗങ്ങളും അസഭ്യപ്രയോഗവും നടത്തിയെന്നും UDF ആരോപിച്ചു. അക്രമം നടത്താൻ ആസൂത്രണം ചെയ്താണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പഞ്ചായത്തിന് മുന്നിൽ സമരനാടകവുമായി CPM എത്തിയത് എന്നതിൽ ദുരൂഹതയുണ്ട്. പോലീസ് നോക്കി നിൽക്കെയാണ് CPM പ്രവർത്തകർ സമരത്തിന് കൊണ്ടുവന്ന കസേരകളും കല്ലുകളും വടികളും ഉപയോഗിച്ച് ആക്രമിച്ചതെന്നും UDF നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ പഞ്ചായത്ത് അധ്യക്ഷ ഷെരീഫ ബഷീർ, മെമ്പർമാരായ KP അബ്ദുൽ നാസർ, TV റാബിയ, ഷംല ബഷീർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അലി പള്ളിമാലിൽ, യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജുനൈദ് പാമ്പലത്ത്, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഫാസിൽ മൂക്കത്ത്, യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ KP ഫൈസൽ, PT ഗഫൂർ, വാർഡ് സെക്രട്ടറി ജുനൈദ് പനമ്പുലാക്കൽ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒന്നാം വാർഡ് മെമ്പർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിരുന്നു KP ഷെരീഫ ബഷീർ പ്രസിഡന്റായി സ്ഥാനം ഏകണ്ഠേന തെരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം സാധാരണ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ നമ്മൾ സാധാരണ ഒരു ചെറിയൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ജാഥ നടത്താറുണ്ട്. സാധാരണ ഗ്രാമപഞ്ചായത്തിന്റെ മുൻവശത്ത് നടത്തുന്നതാണ്. അത് ഇവർ കൃത്യമായിട്ട് സത്യാഗ്രഹം എന്ന പേരിൽ കൃത്യമായിട്ട് ആ ജാഥയെ ഉപരോധിക്കുകയാണ് ചെയ്തത്. അത് ബ്ലോക്ക് ചെയ്ത് അവിടുത്തെ കുറെ DYFIക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഏത് രീതിയിലെന്ന് പറയാൻ കഴിയില്ല, ഒരു സംസ്കാര ശൂന്യത തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് സമരങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാവാം, അതിലുപരി സമരത്തിന്റെ രീതിയാണ് ശരിക്കും ജനാധിപത്യ രൂപത്തിൽ തെറ്റുള്ളത്. അത് കൃത്യമായിട്ട് അതിന്റെ പ്രതിഷേധം കൃത്യമായിട്ട് നമ്മൾ നേതാക്കളൊക്കെ ഇവിടെ അറിയിച്ചു. മതിവട്ടനായാലും അതിന്റെ കൂടെ തന്നെ ഒരു സത്യാഗ്രഹം ഒരാഴ്ച മുമ്പ് ഇവിടുത്തെ CPM അറിയിക്കുമ്പോൾ കൃത്യമായിട്ട് ഇന്നലെ പോലും CIക്ക് വിവരം നേരിട്ട് വിളിച്ചറിയിക്കുക, അതിന്റെ കൂടെ റിപ്പോർട്ട് അറിയിക്കുകയും കൃത്യമായി ഒരു പെർമിഷനും ഇല്ലാണ്ടാണ് ഇത്തരം സമരം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ്, അതുപോലെ തന്നെ മറ്റു മെമ്പർമാർക്ക് നേരെയാണ് ഈ അതിക്രമം നടന്നിട്ടുള്ളത്. UDFന്റെ പ്രവർത്തകന്മാർക്കും പരിക്ക് പറ്റി കാടാമ്പുഴ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം UDF ഇവിടെ അറിയിക്കുകയാണ്. മാറാക്കര പഞ്ചായത്ത് UDF കമ്മിറ്റി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. 20 മെമ്പർമാരിൽ 16 മെമ്പർമാർ UDFനുള്ളതാണ്. അവിടെ സുഗമമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള അതിനുള്ള ഒരു പ്രയാസം മറച്ചു വെക്കാനോ, അതോടൊപ്പം CPMൽ ഇന്ന് വളരെയേറെ തമ്മിലടിയും കുഴപ്പങ്ങളും മാറാക്കരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ഒരു സമരത്തിന്റെ മറയാക്കി, അക്രമം നടത്താനുള്ള ഒരു മറയാക്കിയിട്ടാണ് ഇന്നത്തെ സമരം ഉണ്ടായിട്ടുള്ളത്. ഈ സമരത്തിന് പോലീസ് അനുവാദം കൊടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. KPCC അംഗം മധുസൂദനൻ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മൂർക്കത്ത് അഹമ്മദ്, UDF നേതാവ് KP സുരേന്ദ്രൻ, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OP കുഞ്ഞി മുഹമ്മദ്, തുറക്കൽ അബൂബക്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ മിഷൻ. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.